ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു പ്രോൺ കറിയാണ് ആക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് അതിനകത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ അതിലേക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല മൂത്ത് സ്മെല്ല് വരണം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയില്ല ടൊമാറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോസ് ഞാനിങ്ങനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അത് പെട്ടെന്ന് തന്നെ ഇതിനൊന്നിച്ച് മിക്സ് ആയിക്കോളും. ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് വഴറ്റുമ്പോൾ ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ സവാള നേർന്നിങ്ങനെ മുറിച്ചതാണ്. അത് നല്ലതായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ പ്രോൺ കറി പല തരത്തിലാക്കും അല്ലേ, പല റെസിപ്പീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി വളരെ സിമ്പിളായിട്ട് ആക്കും, ഒരുപാട് മസാലാസ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ഇവിടെ വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 2 സവാളയോളം എടുക്കാം. കാരണം നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുക അതിനനുസരിച്ച് നമുക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചിട്ട് കുക്ക് ചെയ്താൽ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ആ ഗ്രേവിക്ക് വേണ്ട ഒരു പാകമാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയും ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാകം മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രേവിയിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യേണ്ട ഒരു 1/2 to 1/4 ടീസ്പൂൺ അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് ഗരം മസാല 1/4 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഞാൻ എപ്പോഴും പറയേണ്ടത് നമ്മൾ മസാലപ്പൊടികൾ ഇടുമ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ മസാലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ, എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചാണ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതും ഈ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട വെള്ളം ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കാറ്. ഒത്തിരി വെള്ളം ഉള്ളതെല്ലാം എടുക്കുക. ഇതിൽ നിന്നും കുറച്ച് വെള്ളം വിടും കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ് ഞാൻ യൂഷ്വലി എടുക്കാറ്. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. ഇത് നമുക്ക് ചപ്പാത്തിയിൽ ഒന്നിച്ചൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ തുറന്നിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യുമ്പം എക്സ്ട്രാ വെള്ളമുള്ളതൊക്കെ എവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് നല്ല യമ്മി ആയിട്ടുള്ള ഒരു പ്രോൺ കറി കിട്ടും. ഇപ്പോൾ ഏകദേശം തിക്നെസ് വന്നിട്ടുണ്ട് ഗ്രേവിക്കൊക്കെ. കുറച്ച് സമയം ഞാൻ തുറന്നിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. അറിയാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. വീണ്ടും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.